അലി അക്ബർ ഷാ, ഈ വിഷയത്തിൽ സംഘാടകർക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയല്ലേ നമ്മൾ കരുതുന്നത്? പോലീസും അങ്ങനെ തന്നെയല്ലേ അനുമാനിക്കുന്നത്? ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നതും നമ്മൾ കേട്ടു. പക്ഷേ നമ്മളവിടെ പോയി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന റെയിലുകളോ ബാരിക്കേഡുകളോ ഉണ്ടായിരുന്നില്ല. 2.5 മീറ്റർ വീതിയിലുള്ള സ്ഥലത്ത് 2 നിരയിലധികം ചെയറുകൾ ഇട്ടിരുന്നു. അതിൽ തന്നെ കാലെടുത്ത് വെച്ചാൽ താഴേക്ക് വീഴാവുന്ന അപകടാവസ്ഥയിലായിരുന്നു താനും. വേണ്ടത്ര മുൻകരുതലുകളൊന്നും സംഘാടകർ എടുത്തില്ലെന്ന് വേണം കരുതാൻ, അല്ലേ അലി? തീർച്ചയായും അരുൺ, ഈ പറഞ്ഞതുപോലെ 12,000 കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന പരിപാടി, അവരുടെ കുടുംബവും ഉൾപ്പെടെ എത്തുമ്പോൾ 10,000-കണക്കിന് ആളുകൾ എത്തുന്ന പരിപാടി. ഇവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ വേദി, അതായത് ഈ അപകടം സംഭവിച്ച വേദിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ, അപകടം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഉയരുന്നത്. പിന്നീട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഗുരുതര വീഴ്ച കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഘാടകരായ ഈ മൃദംഗ വിഷനെതിരെ ഇപ്പോൾ നിലവിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കണ്ടതാണ്. ഈ ഒരു വരി കസേര ഇടാൻ മാത്രം സ്ഥലമുള്ള സ്ഥലത്ത് 2 വരി കസേര ഇട്ടിരിക്കുന്നു. അതായത് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ മുൻവരിയിലെ കസേരയിലുള്ള ആളുകൾ ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ടാഞ്ഞാൽ തന്നെ താഴേക്ക് പതിക്കുന്ന സാഹചര്യം, അതായത് 11 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന സാഹചര്യമായിരുന്നു. അത് ഒരു പ്രധാന കാരണമായിട്ടുണ്ട് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടുന്നതിന്. മറ്റൊരു കാര്യം, ഇവിടെ ഒരു സുരക്ഷാ ബാരിക്കേഡ് ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് സ്വാഭാവികമായും ഒരാൾ എഴുന്നേറ്റാൽ താഴേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന നിലയിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു വേദിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കൃത്യമായ സുരക്ഷാ ബാരിക്കേഡെങ്കിലും ഉണ്ടാകണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായിട്ടില്ല എന്ന ഗുരുതര വീഴ്ച. മറ്റൊരു കാര്യം, ഈ കസേരകൾക്ക്, അതായത് ഈ സ്റ്റേഡിയത്തിനകത്തെ കസേരകൾക്ക് മുകളിലേക്കാണ് ഈ പറഞ്ഞ താൽക്കാലിക വേദി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായ, തീർത്തും അപകടകരമായ സാഹചര്യത്തിൽ ഈ ആരോപണം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഉന്നയിക്കുന്നു. അങ്ങനെ അതിഭീകരമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ രാത്രിയോടുകൂടി ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ഇത് പരിശോധിക്കും, കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. പിന്നീടാണ് അവിടെ പരിശോധന നടത്തുന്നത്. ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ടാ വിമലാദിത്യ ആ പ്രദേശത്ത് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അവിടെ നിന്നും ബാലൻസ് പോയി ആ വേദിയിൽ നിന്നും വീഴാനുള്ള ഒരു രംഗമൊക്കെ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത്രയും അശാസ്ത്രീയമായ നിലയിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പൂർണ്ണമായും വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഘാടകർക്കെതിരെ ഇത്തരത്തിൽ FIR ഇട്ടിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടെ നിന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഇന്നുണ്ടാകും. സ്വാഭാവികമായും താഴേക്ക് പതിച്ചപ്പോൾ കോൺക്രീറ്റിലാണ് പോയി തലയിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആഴത്തിലുള്ള മുറിവുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാരിയലിൽ തകർന്ന് ലങ്സിന് ചതവേൽക്കുന്ന നിലയിലേക്കുള്ള പരിക്കുണ്ടായത്. അത്തരത്തിൽ തീർത്തും അശാസ്ത്രീയമായ നിലയിൽ മന്ത്രിയും MLA-യും ഉൾപ്പെടെ മറ്റു പല ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളും പങ്കെടുക്കുന്ന ഒരു വേദി ഒരുക്കിയതാണ് ഇതിൽ സംഘാടകർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പോലീസിന്റെ നടപടിയും ഉണ്ടായിരിക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും അലി അക്ബർ ഷാ, എന്താ പോലീസ് നടപടി ഉണ്ടാവുന്നു. ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം, അവിടെ പോലീസിന്റെ സിറ്റി കമ്മീഷണർ പുട്ട വിമലാദിത്യ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇതേ അപകടം നടന്ന ഗാലറിയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ADGP S ശ്രീജിത്ത് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരാരും അപ്പോൾ ഇതിൻ്റെ ഈ സെക്യൂരിറ്റി കണ്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.